ഈ കൂട്ടുകാരി ഞാനില്ലേ ഒരു സ്പെഷ്യൽ വളം ചില്ലി കാശ് മുടക്കാത്ത ഒരു സ്പെഷ്യൽ വളമാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് ഇടുന്നത്. എൻ്റെ പൂച്ചെടികൾക്കും എൻ്റെ പച്ചക്കറികൾക്കും എല്ലാം ഇടുന്നത്. അതിന് ഒരു ചില്ലി കാശിൻ്റെ മുടക്കില്ല. നമ്മൾ മനസ്സ് വെക്കണം. മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൂക്കളൊക്കെ നോക്ക്, എൻ്റെ പൂക്കൾ നോക്ക്, എന്തൊരു ഭംഗിയിലോ പൂക്കളുണ്ട്. എന്നോട് എല്ലാവരും ചോദിക്കട്ടോ, നിങ്ങൾ എന്ത് വള ചേർക്കുന്നത്, എന്ത് വള ചേർക്കുന്നത്. ഞാൻ കമൻറ്റ് മറുപടി കൊടുത്ത് തോറ്റ്. അതുകൊണ്ട് ഞാൻ ലൈവായിട്ട് നിങ്ങളെ വളം ഉണ്ടാക്കുന്നതും ആ വളം ഞാൻ കൊടുക്കുന്നതും. ഇതെൻ്റെ ഒരു ചുവന്ന ഡെയ്സി ആട്ടോ. നോക്ക് ഡെയ്സി പൂ നോക്ക്, ഡെയ്സീൻ്റെ പൂട്ട് വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ കട്ടച്ചോപ്പിൽ എന്നെ ഉപദ്രവിക്കാൻ ആൾക്കാരൊക്കെ വന്നു. ഞാൻ കണ്ടില്ലേനിയോ, പിന്നെ കണ്ടുപിടിച്ചു. ഇലകളൊക്കെ തിന്നളിഞ്ഞു കേട്ടോ. ഇതെൻ്റെ മഞ്ഞ. പിന്നെ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഇവരോടൊക്കെ സംസാരിച്ച് എന്തോ കാട് കൂടി അല്ല ഇങ്ങനെ കച്ചറ കളാന്നാ ഞാൻ പറയും കേട്ടോ. അതൊക്കെ ഉണ്ട്. പറിച്ചെടുത്തിട്ട് കരിഞ്ഞ പൂവുണ്ടെങ്കിൽ കരിഞ്ഞ പൂവുണ്ടെങ്കിൽ ഞാൻ അതും പറിച്ചെടുത്ത് അതിൻ്റെ മുരട്ടന്നെ ഇടും. അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ കൊണ്ടെടുക്കുന്ന ചെടികളാണ്, എൻ്റെ പൊന്നുപോലെ കൊണ്ടെടുക്കുന്ന ചെടികളാണ്. ഈ വളം ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂ കേട്ടോ, ലൈവായിട്ട് കാണിക്കൂ. പണ്ടിൻ്റെ മുമ്പ് ഞാൻ കാണിച്ചതായിരുന്നു, ഇപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കുക. അതുകൊണ്ട് ഞാൻ ഡെയ്സി നോക്കി, ഡെയ്സി എന്നെ വല്ലാണ്ട് തോൽപ്പിച്ച് കളഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഭംഗിയിൽ ഞാൻ വീണ് പോയി. ഇഷ്ടം പോലെ തൈ ഉണ്ടാക്കിയാണ് ഞാൻ. ഇതെൻ്റെ ജറബറയാണ്. ഇത് ഓർക്കിഡ് എനിക്കൊരു ഫാൻ തന്നതാണ്. ഒരു ഫാൻസുകാർ വരുമ്പോൾ എനിക്ക് കൊണ്ടുവരും. നോക്ക് എൻ്റെ ജറബറ രണ്ടെണ്ണം ഒരു ചെടിയിലിട്ടോ മുട്ടിട്ടിട്ട് ഇതിലുതാ ഇത് രണ്ട് കളറാന്ന് തോന്നുന്നില്ലേ. എനിക്ക് താമരശ്ശേരി സെൽമ തന്നേനു. ഇതിന് വേറെ കളർ മഞ്ഞിന് ചോപ്പുമാണ് കാണുന്നത്. ഇതിന് എൻ്റെ ജെറേനിയ. അങ്ങനെ നമ്മൾ ഒഴിച്ച് കൊടുക്കുക. രാവിലെ ഒഴിക്കേണ്ട, വൈകുന്നേരം ഒഴിക്കാൻ ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എങ്ങനെയാണ് ഞാൻ ഈ വളം ഉണ്ടാക്കുന്നുള്ളതൊക്കെ ക്ലിയറായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കണ്ട് വീഡിയോ നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്കത് പഠിക്കാമല്ലോ. ഇതെങ്ങനെ ഒഴിച്ചു കൊടുക്കും കുറച്ച് നമുക്ക് ആ വളം, ആ ലിക്വിഡ് വളം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അതിന് നമുക്ക് എന്താ വേണ്ടത്? ഒരു ചില്ലി കാശ് മുടക്കണ്ട. നമുക്ക് മുറ്റും റോഡ് സൈഡും വീടിൻ്റെ സൈഡും എല്ലാ തോട്ടവും ഒക്കെ പുല്ല് പറഞ്ഞ് നിറഞ്ഞിക്കുകയാണല്ലോ മഴ കൊണ്ട് പെയ്തപ്പോൾ. അതിങ്ങ് പറിച്ചെടുത്താൽ മതി, വേറെ ഒന്നും ഇങ്ങ് ചെയ്യണ്ട. ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പറിച്ചെടുക്കുക. പറിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, കയ്യിൽ ഉറയൊക്കെ ഇടണം. ഇവിടെ എൻ്റെ മുറ്റല്ല, അതിൻ്റെ തോട്ടമാണ്. എനിക്ക് ബൈഹാർട്ടാണ് ഇവിടെ, എന്നാലും ഇടുന്നത് നല്ലത് തന്നെയാണ്. ഇങ്ങനെ പറിച്ചിങ്ങോട്ട് എടുക്കുക. ഇങ്ങനെ പറിച്ചെടുത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൈസ കൊടുക്കാതെ വളവും കിട്ടും, നമ്മളെ വീടും പരിസരവും വൃത്തിയാവുകയും ചെയ്യും. നമുക്ക് കാശ് ലാഭം. എവിടേക്ക് കടയിലൊന്നും പോയിട്ട് നമുക്ക് വളം വാങ്ങണ്ട, പെട്രോൾ അടിക്കണ്ട, സമയം ലാഭം, എല്ലാം കൊണ്ടും നല്ല. ചെടികൾക്കാണെങ്കിലോ റോക്കറ്റ് സ്പീഡിൽ വളരലും. എന്നാൽ വരി, ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ആ കൂട്ടത്തിൽ മുരിങ്ങ ഇല, ശീമക്കൊന്നൻ്റെ ഇല ഇട്ടാൽ ഒന്നും കൂടി വീര്യം കൂടും. അപ്പം മുരിങ്ങൻ്റെ ഇലയും ശീമക്കൊന്ന ഇടുന്നത് വെച്ചാൽ വെള്ളത്തിൻ്റെ അളവ്, ഡയലൂട്ട് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടണം. അത്രക്കുക. നമ്മൾ ഈ പശു ചാണകം എന്ന് പറഞ്ഞാൽ പശു ഇല തിന്ന് പച്ചില വളം തിന്നിട്ടാണല്ലോ ചാണകം നമുക്ക് കിട്ടുന്നത്. അതിടുമ്പോൾ നല്ല വളം, നമ്മൾ സമ്മതിച്ച കാര്യമല്ലേ. അപ്പോൾ ഇതിപ്പോൾ പച്ചില കൊണ്ട് നമ്മൾ നേരിട്ടുണ്ടാക്കുന്നത് എല്ലാം അതിൻ്റെ ഒക്കെ ശാസ്ത്രീയമായി നോക്കുമ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ ഇതും കൂടി ഇടുന്നുണ്ട്. ഇത് നമുക്ക് തോരനും ഉണ്ടാക്കുക. കിട്ടുന്നില്ല, ഒരു കയ്യല്ലോ ഒഴിവുള്ളൂ, ഒരു കൈക്ക് ഒഴിവില്ല. പണിയെടുക്കുമ്പോൾ അങ്ങനെയാണ്. ഇത് നമ്മൾ പുല്ല് പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നത് മൂപ്പ് കുറഞ്ഞത് പറിക്കുന്നതാണ് നല്ലത്. മൂപ്പ് എത്തിയാൽ അതിൽ വിത്തുണ്ടായി കഴിഞ്ഞുള്ള ബുദ്ധിമുട്ട് എന്താ അറിയോ, നമ്മൾ വളം ഉണ്ടാക്കുന്ന വിത്തൊന്നും ഇങ്ങനെ ഇങ്ങനെ കനല്ലാത്ത സൈസാണ്, മുകളിൽ നമുക്ക് തിരിയൂല. അതെടുത്ത് നമ്മൾ ഒഴിച്ചാൽ നമ്മൾക്ക് വളത്തിന് വേണ്ടിയാണല്ലോ ഒഴിക്കുന്നത്, പെട്ടെന്ന് വേണമെങ്കിൽ വീണ്ടും മുളച്ച് വരും. അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ പിന്നെ ഈ വേരും കുറച്ച് മണ്ണും ഒക്കെ കൂടിക്കോട്ടെ കേട്ടോ, ഒക്കെ നല്ലതാണ്. ഇതിൽ ധാരാളം നൈട്രജൻ്റെ
കൂടുതൽ നൈട്രജൻ ഉള്ളത്. അതാണല്ലോ ചെടികൾക്ക് പ്രധാനമായും വേണ്ടത്. ഇപ്പം വരി നമുക്കിത് വളമാക്കുന്നത് കാണാം. നമുക്ക് തുടങ്ങാം. ഈ ചപ്പില്ലേ, ഇതിൽ ഞാൻ മുരിങ്ങൻ്റെ വിട്ടിന് ഇതിൽ കുത്തി നിറക്കുക. ഇലയും കുറച്ചൊക്കെ മണ്ണും വേരും എല്ലാം കൂടിയോട്ടെ. കുത്തി നിറച്ച് കണ്ടോ. ഇനി അടുത്തത് എന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. മൂടാൻ മാത്രം വെള്ളം ഒഴിക്കുക. ഇതൊക്കെ ഇത് മൂടാൻ മാത്രം വെള്ളം ഒഴിച്ചു. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതൊരു തണലുള്ള സ്ഥലത്തേക്ക് വെക്കാം. ഞാൻ കാണിച്ചു തരാം ഞാൻ എവിടെ വെക്കുന്നുണ്ട്. ഞാനിവിടെ വെച്ചു. ഇവിടെ തണല, ഇവിടെ അങ്ങനെ വെയിലൊന്നും കൊള്ളൂല. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ അടച്ചു വെക്കും. അടപ്പ് വേണം. എന്നിട്ട് നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും ഒരു വടിയെടുത്ത് ഇങ്ങനെ ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെക്കുക. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞാൽ ഇത് നല്ല പവർഫുൾ വളമായിരിക്കും. നമ്മൾ ഇങ്ങനെ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് വളം വാങ്ങണ്ടല്ലോ. പിന്നെ വീട്ടുകാരെങ്ങനെ ബുദ്ധിമുട്ടാക്കണോ വളമോ എന്ന് പറഞ്ഞിട്ട് ഒന്നും വേണ്ട. നമ്മൾ മനസ്സ് വെച്ചാൽ സാധാരണ പൂക്കളും ഒക്കെ ചെടികളൊക്കെ താല്പര്യം ഉണ്ടാകുന്ന വീട്ടമ്മമാർക്കാണ്. ആണുങ്ങൾക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഉള്ളവരുണ്ടേ, ഞാൻ കുറ്റം പറയുന്നില്ല. അപ്പം നമ്മളിങ്ങനെ പൊരുതി ഓരോടൊക്കെ ചോദിച്ചുകൊടുക്കണ്ട. ഓർക്ക് ദേഷ്യം പിടിക്കും അധികം ചോദിച്ചാൽ. ഇപ്പം നമുക്ക് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയേണ്ട ആവശ്യമില്ല. പുല്ലൊക്കെ ഇങ്ങനെ പറിച്ചാൽ മുറ്റം എപ്പം വൃത്തി ക്ലീനായിരിക്കും. എന്നോട് ചിലർ പറയും കമൻറ്റ് കണ്ടതാണ്, നിങ്ങളെ കൂടെ കൂടിയിട്ട് ഇപ്പം എൻ്റെ മുറ്റവും പരിസരവും എല്ലാം ക്ലീനാണ്, ഇഷ്ടംപോലെ പച്ചക്കറി പറിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ മുറ്റത്ത് പൂക്കളാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ. കാരണം ഞാൻ കാരണമാണല്ലോ മടിച്ചുകളൊക്കെ ഇങ്ങോട്ടേക്ക് രംഗത്തേക്ക് ഇറക്കിയത്. ഇനി ഞാൻ ഇത് കഴിഞ്ഞു, ഇവിടെ അടച്ചു വെച്ചു. ഇനി ഇതിൻ്റെ ഒന്നുമില്ല, ഇളക്കി കൊടുക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ എൻ്റെ പഴയത് കാണിച്ചു തരാം. എൻ്റെ പഴയ വളം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഇതൊക്കെ എൻ്റെ ഐസിയുലാണ് വെക്കുക. ഇവിടെ ഒന്നും ഞാൻ വെക്കൂല, ഇവിടെയൊക്കെ വെയിലാണ്. ഞങ്ങളവിടെ ഇപ്പം ഇന്നലെ തൊട്ട് വെയിലേ ഉള്ളൂ, മഴ ഇല്ല. മാറ്റട്ടെ. ഇനി ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ കൂടുതലായിട്ട് വലിയ പാത്രത്തിൽ ഇട്ട് വെക്കൂല. ഞാൻ ആ സ്പോട്ടിലാണ് തീർത്ത് കളിയും. ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഭയങ്കര നൈട്രജൻ കണ്ടൻ്റാണ്. റോക്കറ്റ് സ്പീഡിൽ വളരുന്നൊക്കെ ശരിയാ. സ്മെല്ല് അമ്മോ ചീത്ത സ്മെല്ലാണ്, ഭയങ്കര സ്മെല്ലാണ്. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വൈകുന്നേരം ഇത് അടിക്കാവും. ഭയങ്കര സ്മെല്ലായിരിക്കും. കുറച്ച് നേരം ഉള്ളൂ കേട്ടോ. പിന്നെ അതിൽ വെല്ലം ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് കുറച്ച് കുറയുന്ന. ഞാൻ വെല്ലം ഇട്ടിയില്ല. ഞാനിങ്ങനെ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ നോക്കി ഇതിലിതാ കണ്ടോ, ബക്കറ്റിൻ്റെ കളറും നിങ്ങൾ നോക്കണ്ട. ബക്കറ്റൊക്കെ കൃഷി ആവശ്യത്തിനുള്ളതല്ലേ, വൃത്തിയൊന്നും ഉണ്ടാവില്ല. മണ്ണ് വാരലും. ഞാൻ ഇങ്ങനെ കോരുന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കളറ് നോക്കി. ഇതിൻ്റെ കളറ് കാണുന്നുണ്ടോ? നോക്കി ഇങ്ങനെ കാണിച്ചു തരാം. മേലാൻ പറ്റൂല. ഇങ്ങനെ അങ്ങോട്ടാവും. ഇതിൽ നമ്മൾ മണ്ണിൽ നിന്ന് ധാരാളം മൂലകങ്ങൾ വലിച്ചെടുത്തിട്ടാണ് ഈ പുല്ല് മുളക്കുന്നത്. അപ്പം ആ മൂലകങ്ങളൊക്കെ പിടിച്ചെടുത്ത പുല്ല് പറിച്ചെടുത്തിട്ട് നമ്മൾ ഇതിൽ കൊണ്ടുപോയി ഇടുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ നമുക്ക് മൊത്തം കിട്ടും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ലിക്വിഡ് ആയിട്ടാണ്, ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ദ്രാവക രൂപത്തിലായിട്ടാണ് നമ്മൾ വളം ചേർക്കുന്നത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ, വേരുകൾക്ക് വളം പെട്ടെന്ന് പിടിച്ചെടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ദ്രാവക രൂപമാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ എങ്ങനെയൊക്കെയാണ് ചെടികൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരണ്ടേ. ഇതിൻ്റെ മുമ്പ് ഞാൻ പണ്ടിട്ടിരുന്നു. അപ്പോൾ പിന്നെ വീണ്ടും എന്നോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്ത് വളം ഇടുന്നത്, എങ്ങനെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നത്, അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇതിന് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ഡയലൂട്ട് ചെയ്യുന്നത്. ഒരു പാട്ട വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. ഇതിന്ന് ഇങ്ങനെ ഞെക്കി ഇങ്ങോട്ട് എടുക്കുക. കണ്ടോ, നോക്കി ഉള്ളിൽ നിന്ന് എന്താ നോക്ക്. ഈ ഒരു പാട്ട വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ഇതെങ്ങനെ
ഇതിൽ അവസാനം ഇതിൽ ചണ്ടി ഉണ്ടാവും, നമ്മളിട്ട ചണ്ടികളാവുമല്ലോ ലാസ്റ്റ്. എൻ്റെ സത്തൊക്കെ അങ്ങോട്ട് പോകുന്നല്ലോ, ആ ചണ്ടി ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ചെടികളെ മട്ട് കൊണ്ടുപോയി ഇടുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ ബക്കറ്റ് ഞാൻ കാലിയാക്കുക. അങ്ങനെ പിന്നെ പുതിയത് വീണ്ടും നമുക്ക് തുടങ്ങാം. അതുപോലത്തേക്ക് നമ്മളെ പുല്ല് നിറഞ്ഞിട്ടുണ്ടാവുമല്ലോ നമ്മളെ മുറ്റത്തും നമ്മളെ തോട്ടത്തിലും. ഇതിന് ഞെരുക്കല്ലല്ലോ, പൈസയും കൊടുക്കണ്ട. ഇനി വരി നമുക്ക് ഡയലൂട്ടാക്കുന്നത് കാണാലോ. ഞാൻ ഡയലൂട്ട് ചെയ്യാട്ടോ. അതാ കണ്ടോ, ഡയലൂട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇത് കണ്ടു നോക്ക്. ഇതിൻ്റെ ഉള്ളു കണ്ടോ? ആ ഇതിലാണ് പൈപ്പിലെ വെള്ളം എടുക്കുക. ഞാൻ നീണ്ടു പോകുന്നത് നോക്കിയിട്ട് കാര്യമല്ല, ഞാൻ എണ്ണീറ്റ് തന്നെ ഒഴിച്ച് തരാം. 10 എന്ന് പറയുമ്പോൾ താമസിച്ചോ, 10 വരെ പിടിക്കുമ്പോൾ 1 ഞാൻ 2 പിടിക്കുന്നുള്ളേ. വീഡിയോ വല്ലാണ്ട് നീണ്ടു പോകും, ഇതെന്നറിയാൻ കുറച്ച് പാടുണ്ട്. അതുകൊണ്ട് 10 പാട്ട കേട്ടോ, ഒരു പാട്ടയ്ക്ക് 10 പാട്ട. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇത് ബക്കറ്റ് തന്നെ 10 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. അതുകൊണ്ട് നമുക്ക് അളക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. ഇത് പെയിൻറ്റ് ബക്കറ്റാണ്. 10 ലിറ്റർ നിറഞ്ഞു. ഇനി നമുക്ക് ഒഴിക്കാം കേട്ടോ. നമ്മൾ ചെടിയിലേക്ക് ഒരു വളം ഒഴിക്കുകയാണെങ്കിൽ ഫസ്റ്റിൽ എന്ത് ചെയ്യാമെന്നറിയോ? ആ ചെടിച്ചട്ടിയിലെ മണ്ണ് ഒന്നിങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കണം. അല്ലാഞ്ഞാൽ മണ്ണ് എങ്ങനെ സോഫ്റ്റ് എന്ന് പറഞ്ഞാലും അവസാനം മേലെ ഒരു പാറ പോലൊക്കെ നിൽക്കുക. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. മണ്ണിങ്ങനെ ചെടീൻ്റെ വേര് പൊട്ടിപ്പോവാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുന്നത്. ഇതാ ഇങ്ങനെ വളമിടേണ്ട രീതികളാണ് പറയുന്നത്. ഇങ്ങനെ ഞാൻ പല വളം ഇട്ട് വെക്കും കേട്ടോ. ഇതാ ഇതിലില്ല, മണ്ണെന്നല്ല. ഇതാ ഇത് ഉഷാറ്. അതിന് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. മൊത്തം വേരായിപ്പോയി കണ്ടോ. എൻ്റെ ഈ പൂക്കളൊക്കെ നോക്ക്, എല്ലാം ഇട്ടുകൊടുക്കുക. ഇനി ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വെള്ളം ഒഴിക്കുന്നത് കാണിക്കൂ കേട്ടോ. കുറേയൊക്കെ ഞാൻ മണ്ണൊക്കെ ഇളക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളതൊന്നും നിലത്തല്ലല്ലോ നടുന്നത്. നിലത്ത് നടാത്തത് കൊണ്ട് നമ്മൾ പോട്ടിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് ആക്രാന്തം പിടിച്ച് നല്ലോണം പൂവുണ്ടാട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പാട്ട വെള്ളം ഒഴിച്ചിട്ട് അതിനോട് ഒരു കാര്യമില്ല, ഒലിച്ചങ്ങ് പോകുകയുള്ളൂ. അപ്പോൾ അത് കുറച്ചേ ഒഴിക്കാവൂ. കുറച്ച് ഒഴിച്ചാൽ മാത്രമേ ഇത് നിൽക്കുള്ളൂ. ഇങ്ങനെ കുറച്ച് അങ്ങനെ എത്രയും ഒഴിച്ചാൽ മതി. ഇത് പൂക്കൾ നോക്കി എന്ത് രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ നോക്കിക്കാണ്ട്. ഇതാ കണ്ടോ ഇവിടെ നോക്ക്. ഇതെല്ലാം ഞാൻ ഈ മരുന്നടിച്ചിട്ടാണ്. ഇതൊക്കെ എൻ്റെ മഞ്ഞപ്പൂവൊക്കെ, ഇതവിടെയൊക്കെ മഞ്ഞപ്പൂവ്. ഇതൊക്കെ അങ്ങനെ നനച്ചും പുല്ല് പറിച്ചിട്ടും മണ്ണിളക്കിയിട്ടും ഇങ്ങനെ വളമുണ്ടാക്കിയിട്ടും കൊണ്ടെടുക്കുക. എന്നാലേ ഇതിങ്ങനെ വിജയിക്കുള്ളൂ, അല്ലാണ്ട് ഇത് വിജയിക്കൂല. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഇതാ കുറച്ച് കേട്ടോ. ഞാൻ ഒഴിക്കുന്നത് കാണിച്ച്, ഞാൻ ഉണ്ടാക്കുന്നതും കാണിച്ച് ഒഴിക്കുന്നതും കാണിച്ച്. കുറച്ചാണ്. പിന്നെ ഒഴിക്കുന്നത് എപ്പോൾ നല്ലത് വൈകുന്നേരം കേട്ടോ. ഒരു പാട്ടല്ല അപ്പം എത്ര ഒഴിച്ചു. ഇതിനെല്ലാം കൂടെ ഈ മഞ്ഞപ്പൂവ് നോക്ക്, എൻ്റെ ഫേവറേറ്റാണ്. ഇതിൻ്റെ തണ്ട് മുളക്കും കേട്ടോ. തണ്ട് പൊട്ടിച്ച് നട്ടാലും മുളക്കും. ഇതിങ്ങനെ ഇതേടി എത്തിയില്ല, അത് കുറച്ച് ഇങ്ങനെ അങ്ങ് വരാണ്ട്. ഇതിപ്പോൾ അടുത്ത് നട്ടതാ. നല്ല മഴക്കാലത്ത് കുറച്ച് വെയിൽ കിട്ടിയിട്ട് പൂക്കളെ സന്തോഷം കണ്ടില്ലേ? എന്താ ഉഷാറ് പൂക്കൾക്ക്. പെരുന്നാളായി നല്ലൊരു വെയിൽ കിട്ടിയപ്പോൾ. ഇതങ്ങോട്ട് നോക്കി, എൻ്റെ അവിടെ വെള്ളപ്പൂവും ചുവന്ന പൂവൊക്കെ എന്തൊരു ഉഷാറാ. പൂക്കൾ മാത്രമല്ല കേട്ടോ, പച്ചക്കറിക്ക് എൻ്റെ കാബേജ് കണ്ടോ. അതൊക്കെ എൻ്റെ ടാർജറ്റ് ഓണത്തിനേക്കുള്ളത്. അതൊക്കെ ഒരു നുള്ളു മതി. ജെറേനിയം എല്ലാവരും എന്നോട് ചോദിക്കൂ, തൈ തരുമോ, കൊറിയർ അയച്ച് തരുമോ എന്നുള്ളത്. ഇവിടെ വരുന്നവർക്കൊക്കെ ഞാൻ പൊട്ടിച്ചു കൊടുക്കും. കൊറിയർ അയക്കാനും ഒന്നും എന്നോട് ആരും പറയരുത്.
നിങ്ങൾ കണ്ടോട്ടെ, ഇതെങ്ങനെ നടലെങ്ങനെ കണ്ടോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്. കുറച്ച് ഒഴിക്കുക, ഒലിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. എൻ്റെ 10 മണി വെട്ടേറ്റ് താമസിച്ചിന്. പൂക്കൾ കണ്ടിട്ട് വെട്ടാൻ കയ്യേറ്റാ, സങ്കടമായിട്ടാ. ഇതൊന്ന് മേലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, മെല്ലെ താഴെ ഉറ്റിയോളൂ. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടാണ് നിങ്ങൾക്ക് പൂക്കൾ ഇപ്പോൾ കുറച്ച് കുറഞ്ഞായിട്ട് തോന്നുന്നത്. ഇതിങ്ങനൊന്നും അല്ലായിരുന്നു ഉച്ചക്ക്, നല്ല പൂക്കളാ. എൻ്റെ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എൻ്റെ പൂക്കൾ ഇങ്ങനെ ഉണ്ടായിട്ട് എന്നോട് കുറേ പേര് കമൻ്റ് ഇടും കേട്ടോ, നിങ്ങൾ വയനാടായിട്ടാണെന്ന്. വയനാടായാലൊന്നും പൂക്കൾ ഉണ്ടാവില്ല, നട്ട് കിടന്നുറങ്ങിയാൽ വയനാട്ടുകാർക്കൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ പുറകെ നടക്കണം, വളം ഉണ്ടാക്കിയിട്ടും പുല്ല് പറിച്ചിട്ടും എന്തെങ്കിലും ജീവികളുണ്ടോ നോക്കിയിട്ടും. മഴ പെയ്താൽ ഞാൻ എടുത്തു വെക്കുക, എന്തെല്ലാം റിസ്ക് ഉണ്ടെന്നറിയും. ഇതെൻ്റെ വെർട്ടിക്കലാട്ടോ. വെർട്ടിക്കലൊക്കെ പൂവുണ്ടായോ നോക്ക്. ഒക്കെ കുറച്ച് ഒഴിച്ചാൽ മതി, എന്നൊരു കാര്യമല്ല. നോക്ക് വെർട്ടിക്കലിന് പൂവുണ്ടായത്. ഇനി ഞാൻ വെർട്ടിക്കൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഇത് വല്ലാണ്ട് നീണ്ട് ഇവിടെ അങ്ങ് പൊട്ടിക്കും. പൂ നോക്കിയിട്ട് കാര്യമല്ല, എന്നാലേ ശാഖ താഴെ വരുള്ളൂ, ഇതിൽ ഒതുങ്ങുള്ളൂ. ഇതൊക്കെ നോക്ക്, ഇതൊക്കെ എന്താ രസമല്ലേ. നമ്മൾ ഈ വളം അങ്ങ് ചെയ്താൽ മതി. അപ്പം കണ്ടല്ലോ, എൻ്റെ വളം കണ്ടല്ലോ, ലിക്വിഡ് ചില്ലിക്കാശ് മുടക്കില്ലാത്ത വളം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.